പത്തനംതിട്ട കൊറ്റനാട് മടത്തൻചാലിൽ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് കേരള ബാങ്ക് ജപ്തി ചെയ്തു. ബാങ്കുമായി യാതൊരു വായ്പ ഇടപാടുമില്ലാത്ത കൊറ്റനാട് സ്വദേശി ജിഷയുടെ വീടാണ് ജപ്തി ചെയ്തത്. ആധാരം ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും തങ്ങളുടെ പക്കലുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. മുൻ ഭൂവുടമ എടുത്ത വായ്പയിലാണ് അനധികൃത ജപ്തി എന്നും ആണ് ഉയരുന്ന ആരോപണം. ജപ്തി ചെയ്ത ബാങ്ക് അധികൃതർ സീൽ ചെയ്ത വീടിന്റെ പൂട്ട് പൊതുപ്രവർത്തകരെത്തി പൊളിച്ച് വീട്ടുകാരെ അകത്തുകയറ്റി. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട കൊറ്റനാട് മടത്തുംചാലിൽ വിചിത്രമായ കേരള ബാങ്കിന്റെ ഒരു ജപ്തി നടപടി നടന്നിരിക്കുകയാണ്. എല്ലാ രേഖകളും ആധാരവും ഉള്ള ഒരു വീട് കേരള ബാങ്ക് ഇന്ന് വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് കേരള ബാങ്ക് അധികൃതർ എത്തി ജപ്തി നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഈ വീടുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വീടിന്റെ ആധാരവും മറ്റ് അനുബന്ധ കാര്യങ്ങളുമെല്ലാം ഈ വീട്ടുകാരുടെ കയ്യിൽ ഉണ്ട്. പക്ഷേ ഭൂമി ഇവർ വാങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന വ്യക്തി ഈ വീടിന്റെ ഭൂമിയിൽ ഈടിന്മേൽ ബാങ്കിൽ നിന്നും പണയത്തിന് പണം ലോൺ എടുത്തിരുന്നു. ആ ലോണുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളുടെ ഭാഗമായി ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇവരുടെ വീട് ജപ്തി ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് കേരള ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടി പറയുന്നത്. എന്തായാലും ഇവർ 3 സെന്റ് വീട് മുൻപ് ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്നും 15 സെന്റിൽ നിന്നും വാങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ എല്ലാ പണമിടപാടുകളും മറ്റു രേഖകളുമെല്ലാം ഇവരുടെ കൈവശമുണ്ട്. അതിനുശേഷം ഈ മുൻപ് ഉണ്ടായിരുന്ന വ്യക്തി നടത്തിയിരിക്കുന്ന ആ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇവരുടെ വീട് ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്നു. ഇവർ വീട്ടിലില്ലാതിരുന്ന സമയത്ത്, പുറത്ത് ആയിരുന്ന സമയത്ത് കേരള ബാങ്ക് അധികൃതർ വീട്ടിലേക്ക് എത്തി വീട് പൂട്ടി പോവുകയായിരുന്നു. ഈ രേഖകൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രമാണവും മറ്റ് അനുബന്ധ രേഖകളുമെല്ലാം ഇവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വൈരുദ്ധ്യം. ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തി എടുത്തിരിക്കുന്ന ആ ലോണുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി കേരള ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? നമ്മൾ 15 സെന്റിൽ നിന്ന് 3 സെന്റ് സ്ഥലം ലൈഫിൻ്റെ വീടിന് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ചതാണ്. ഒരു സെന്റിന് 75,000 രൂപ വെച്ച് കൊടുത്താണ് നമ്മളിത് വാങ്ങിച്ചത്. നമ്മൾ ലൈഫിൻ്റെ വീട് പണി 2020 ലൈഫിൻ്റെ വീട് കിട്ടി. ഇപ്പം ഈ വർഷമാണ് പൈസ കംപ്ലീറ്റ് കിട്ടി. പണി പൂർത്തിയായിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. വെച്ച് അന്നേരമാണ് ബാങ്ക് വന്ന് പറയുന്നത് ഇത് ബാങ്കിൻ്റെ സ്ഥലമാണ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന്. അപ്പം നമ്മൾ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സജി ചെറിയാനെ കണ്ടു. മന്ത്രിയെ പോയി കണ്ടപ്പോൾ മന്ത്രി MLA വിളിച്ചു, പ്രമോദ് നാരായണനെ വിളിച്ചു, പുള്ളി ജില്ലാ സെക്രട്ടറി രാജു സഹാവിനെ വിളിച്ചു, രാജു അബ്രഹാം വിളിച്ചു, ബാങ്ക് ഡയറക്ടറോട് സംസാരിച്ചു. നിങ്ങൾ അവിടെ പോയി കാണാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് ഡയറക്ടറെ കണ്ടു. ഡയറക്ടർ പറയുന്നു എങ്ങനെ ഇത് സംഭവിച്ചു അവർക്കും അറിയത്തില്ല. കാരണം അന്നിരുന്ന മാനേജർമാരോ ആരെങ്കിലും ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയത്തില്ല. അപ്പം അവർ പറഞ്ഞു മാനേജറുമായിട്ട് സംസാരിക്കാം. ഞങ്ങൾ മാനേജറുടെ ക്യാബിനിൽ ചെന്നപ്പോഴത്തേനും അയാൾ ഞങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. നിങ്ങളുമായിട്ടല്ല ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ മന്ത്രിയെ കണ്ടതൊന്നും അയാൾക്ക് അത്ര പിടിച്ചിട്ടില്ല. അപ്പോൾ അയാൾ അന്നേരം ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, വിജയനുമായിട്ടാണ് ഞങ്ങൾക്ക് ഇടപാട്, ഞങ്ങൾ വിജയനോട് സംസാരിച്ചാളോ പറഞ്ഞു. ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ, ബാക്കി സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ്. അയാളോടാണ് ഞങ്ങൾ 3 സെന്റ് വാങ്ങിക്കുന്നത്. ഇതിന്റെ ഉടമയിൽ നിന്നും എത്ര തുക കൊടുത്താണ് നിങ്ങൾ വാങ്ങിയത്? 75,000 രൂപ സെന്റിന് കൊടുത്തു. 3 സെന്റ് സ്ഥലത്തിന്. എല്ലാ പ്രമാണങ്ങളുമാണ് ഉള്ളത്? അതെ, എല്ലാം ഉണ്ട്. ലൈഫിന്റെ സകല നമുക്ക് നോൺ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ്, റേഷൻ കാർഡ്, ലൈഫ് സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസം എല്ലാ രേഖകളും സമർപ്പിച്ചാൽ നമുക്ക് ലൈഫിന്റെ വീട് കിട്ടിയത്. നമ്മളിവിടെ താമസിക്കുന്നു. അമ്മാവന് വേറെ വരുമാനമൊന്നുമില്ല, സെക്യൂരിറ്റിയാണ് പുള്ളി ഇപ്പം മംഗലാപുരത്താണ്. യാതൊരുവിധ ഇടപാടുകളും ബാങ്കുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ബാങ്കിൽ നിന്നൊട്ട് ലോൺ എടുത്തിട്ടുമില്ല. 1 രൂപ പോലും എടുക്കാനായിട്ട് പോലും അവിടെ സമീപിച്ചിട്ടുമില്ല. ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത്? പറയുന്നത് നിങ്ങൾക്ക് ഈ പേപ്പറുമായിട്ട് ഈ പേപ്പറിന് വിലയില്ല, നിങ്ങൾ ഇത് കപ്പലണ്ടി പൊതിയാനേ ഉപയോഗിക്കാൻ കൊള്ളത്തുള്ളൂ, ബാങ്കിനാണ് ജപ്തി ചെയ്യാനായിട്ട് വന്നു. അന്നേരം ഞാൻ കരയെ കണ്ണുനീരിനും കഴിക്കുമെന്നും പ്രശ്നമില്ല, അവിടെ സാധ്യതയില്ല, അതുകൊണ്ട് കപ്പലണ്ടി പൊതിയാൻ കൊണ്ട് വെച്ചേക്കാൻ. മുതൽ ഞങ്ങൾ എന്തിനാ വാങ്ങിച്ചെന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത് കട്ടതാണോ മോഷ്ടിച്ചാണോ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ കാശ് കൊടുത്ത് ഉടമസ്ഥനോട് സ്ഥലം മേടിച്ചു. ഇവർ ബാങ്കുകാർ പറയുന്നത് നമ്മൾ അയാളെ കൊണ്ടുവന്ന് പൈസ അടപ്പിക്ക്, അതല്ലെങ്കിൽ ബാക്കി 13 സെന്റ് കൂടെ നമ്മൾ അങ്ങ് എടുത്തോളാം. നമുക്കതിന് നിവർത്തിയില്ല. എന്നാൽ അയാളുടെ വീട് തൊട്ട് താഴെയാണ്. അയാളുടെ ഭാര്യയും മകളും അവിടെ താമസിക്കുന്നുണ്ട്. ഈ ബാങ്കുകാർ അവിടെ ചെന്ന് സംസാരിക്കുന്നില്ല. ഇതുവരെ ഇന്ന് വന്നിട്ടും അവരവിടെ കയറിയിട്ടില്ല. അപ്പം നമ്മളെ ഇവിടുന്ന് ഇറക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ ഇറങ്ങാൻ തയ്യാറല്ല. ഇന്ന് നാട്ടുകാരൊക്കെ ചേർന്നായിരിക്കും പൂട്ട് പൊളിച്ചകത്ത്? കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരാണ്. അവരെ ഞാൻ വിളിച്ചറിയിച്ചു. അവർ വന്നാണ് പൂട്ട് പൊളിച്ചത്. അവസാനമായി ബാങ്ക് നമ്മളോട് അവർ ബാങ്ക് ഇയാൾക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുക്ക്, സ്റ്റേ ചെയ്യ്. നമുക്ക് അതിനൊന്നും സാമ്പത്തികമില്ല, നമുക്ക് കാശ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് പോയത്.
ഈ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ജപ്തി നടപടിക്കെതിരെ നാട്ടുകാരും മറ്റ് പൊതുപ്രവർത്തകരും എല്ലാം ഇവിടേക്കായി എത്തി ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പൂട്ടി താക്കോലുമായിട്ടാണ് ബാങ്ക് അധികൃതർ പോയത്. പിന്നീട് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ഈ പൂട്ട് പൊളിച്ച് ഇവരെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. എന്തായാലും വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടി ബാങ്കിന്റെ ഭാഗത്തുനിന്ന്, കേരള ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധവും ഇപ്പോൾ ഈ പൊതുപ്രവർത്തകരുടെയും മറ്റും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ഇത് തികച്ചും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടി എന്ന് തന്നെ പറയാം. എന്താണ് നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടൽ? ഞങ്ങൾ ഇവിടെ വന്ന് അവരുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായി ഇവരുടെ കൈവശത്തിൽ ഉള്ള സ്ഥലമാണ്. 15 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ട്, ഒറിജിനൽ ആധാരം അവരുടെ കയ്യിലുണ്ട്. തികച്ചും അന്യായമായ കാര്യമാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, കേരളത്തിൽ ജപ്തി ഇല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രി ഉള്ള നമ്മുടെ നാട്ടിലാണ് കേരള ബാങ്ക്, സർക്കാരിൻ്റെ സ്വന്തം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അന്യായമായൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ പൂട്ട് പൊളിച്ചിട്ടുള്ളത്. മറ്റു ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടാൻ അല്ല, ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ പോലീസാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇവരുടെ കൈവശത്തിൽ പൂർണ്ണമായി ഇവരുടെ അധീനതയിലുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇതിൻ്റെ പൈസ അടയ്ക്കേണ്ട ആവശ്യം പോലും നമുക്കില്ല. കാരണം പൂർണ്ണം ഇവരെ ലോൺ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാങ്കുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീടാണ്, അവരെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന വീട്. അത് അവരുടെ സ്വന്തമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം അവരുടെ കൈവശം ഉണ്ട്, വീട്ടുടമസ്ഥരുടെ കൈവശമുണ്ട് എന്നിരിക്കെ അതിൻ്റെ പൂർണ്ണ അവകാശത്തോടുകൂടി ഇവിടെ താമസിക്കുന്നതിനുള്ള ആ ഒരു നടപടി ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.